കല്യാണ വീടുകളിൽ അധികവും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കോഴിപ്പാട്സിൻ്റെ കറി ഉണ്ടാക്കിയാലോ? ഇന്ന് നമുക്കതാണ് കേട്ടോ. അപ്പോൾ അത് പൊറോട്ടൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കല്യാണ വീട്ടിൽ അത് പുട്ടിൻ്റെയും പൊറോട്ടൻ്റെയും കൂടെ ആണല്ലോ. പത്തിരി ഒന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല, ഒരുപാട് ആളുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അത്. പിന്നെ അതാ ഞാൻ കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു ഉള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് പാഴ്സം ഉള്ളതിന് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ചെടുത്തത്. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി നല്ല രീതിയിലൊന്ന് വഴണ്ട് വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക, ഏതൊരു കറിയാണെങ്കിലും ബിരിയാണി ആയാലും ഒക്കെ. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള തക്കാളിയും 2 പച്ചമുളക് ചീന്തിയതും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഉലുവ ചേർക്കുന്നുണ്ട്, കുറച്ച് വലിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ബീഫ് ബിരിയാണിയിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇനി എന്തിനാണ് ഉലുവ ഇടുന്നത് ബീഫിലേക്ക്. അപ്പോൾ ബീഫിൽ ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ്. ചേർക്കേണ്ടവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. പിന്നെ അത് അതിലേക്ക് മല്ലിപ്പൊടിയാണ്, ഗരം മസാല കെട്ട് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടി ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, 2 ടീസ്പൂണാണ്. പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഓൾറെഡി മല്ലിപ്പൊടിയിൽ കുറച്ച് മഞ്ഞ കളർ ഉള്ളതുകൊണ്ടാണ് കുറച്ചിട്ടത്. പിന്നെ അത് മുളക് പൊടിയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ അത് അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ മസാലയാണ്. അപ്പോൾ ഏതൊരു കറിയാണെങ്കിലും ബീഫായാലും ചിക്കനായാലും ഒക്കെ ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ ചെയ്യുക അല്ലേ. ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഈ ഒരു രീതി തന്നെയാണ്. സാധനങ്ങൾ മാത്രം മാറ്റേണ്ടതെന്നേ ഉള്ളൂ. ഇനി ഇതാ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പാർട്സുകൾ ചെറുതാക്കി മുറിക്കണം കേട്ടോ. ചെറുതാക്കി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മസാലപ്പൊടിയിലേക്ക് ഈ പാർട്സൊക്കെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് മിക്ക ഹോട്ടലുകളിലും കാണലുണ്ട് കേട്ടോ, പക്ഷേ ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കാൻ നിൽക്കാതെ സമ്മതിക്കൂല അത്. അപ്പോൾ വീട്ടിൽ ഇതാ വല്ലപ്പോഴും ഇതേപോലെ ലഗോൺ കോഴിയൊക്കെ വാങ്ങുന്ന സമയത്താണ് ഇത് കിട്ടുക. അപ്പോൾ കുറച്ച് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കി എടുത്തതാണ്. ഇനി ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി, അപ്പോൾ അത് നോക്കി നോക്കി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതാ മല്ലിയിലയും പുതിനയും കൂടിയാണ് ചേർക്കുന്നത്. കുറച്ചധികം മല്ലിയിലയും കുറച്ച് പുതിനയാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് ഇതാ നല്ലോണം അതും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ പാർട്സ് കറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇതാ ഈ ഒരു കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ ആയാലും ഇതേപോലെ നമ്മളെ വീടുകളിൽ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ കോഴിപ്പാട്സ് കിട്ടുമ്പോൾ ഉണ്ടാക്കുമ്പോഴും ഈ മുട്ടക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ടാവുക. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല ഈ ഇങ്ങനത്തെ കറിയിലൊക്കെ ഇടുമ്പോൾ ആ ഒരു കോഴിമുട്ടൻ്റെ ആ ഒരു ചെറിയതുണ്ടല്ലോ ഉണ്ണികൾ, അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിന് അത്രയും ഡിമാൻഡ്. ഒരു 3 വിസിൽ വന്നപ്പോഴേക്കും നമ്മുടെ പാർട്സ് കറി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം. പൊറോട്ടൻ്റെ കൂടിയും പുട്ടിൻ്റെ കൂടിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കൂട്ടി കഴിക്കാനായിട്ട്.